എനിക്ക് വീട്ടിൽ അതിഥികൾ വരുന്നത് വലിയ ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ. ആരെങ്കിലും വരികയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എനിക്ക് അവർക്ക് വേണ്ടുന്ന സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വലിയ എക്സ്പേർട്ട് അല്ല, വലിയ രീതിയിൽ കുക്കിങ്ങിൽ എക്സ്പേർട്ടൊന്നും അല്ലെങ്കിലും യൂഷ്വലി അവർ കഴിക്കുന്നതിൽ നിന്നും എന്തെങ്കിലും രുചി വ്യത്യാസത്തോടു കൂടി എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്, അതുപോലെ ഉണ്ടാക്കാറുണ്ട്. അപ്പം അങ്ങനെ പെട്ടെന്ന് മോളുടെ ഫ്രണ്ടും അമ്മയും കൂടെ വീട്ടിൽ വന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ചപ്പാത്തി മുട്ടക്കറിയും കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം മുട്ടക്കറിയുടെ ഒരു സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ യൂഷ്വലി വീട്ടിലുണ്ടാക്കുന്ന ഒരു രീതിയിലല്ലാതെ ഒരു ഹോട്ടൽ സ്റ്റൈലിൽ മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് വലിയ ഉരുളിയിൽ ഒരു 6-7 മുട്ടയൊക്കെ വെച്ചിട്ടാട്ടോ ഉണ്ടാക്കിയത്. ഇത്രയും മുട്ട അവർക്കല്ല, പക്ഷെ എന്നാലും ഞാൻ 6-7 മുട്ടയൊക്കെ വെച്ച് നല്ല സവോള ഒരു 6-7 സവോള എടുത്ത് നല്ലപോലെ ചെറുതായിട്ട് അരിഞ്ഞ് പിന്നെ തക്കാളിയൊക്കെ 2 തക്കാളി എടുത്തിട്ടുള്ളൂ, പക്ഷെ നല്ല രുചിയാണ്. 2 തക്കാളി ഞാൻ അരച്ച് ഇതിലോട്ട് ചേർത്ത് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. സിമ്പിളായിട്ട് വലിയ മസാലകളൊന്നും ഇല്ലാതെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ ഗുട്ടൻസ് പണ്ട് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ കുക്കറിലൊക്കെ അങ്ങനെ വേവിച്ചിട്ടൊക്കെ മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ എപ്പോഴും നമുക്ക് ഈ ഒരു ടെക്സ്ചർ കിട്ടില്ലായിരുന്നു. പക്ഷെ അതിൻ്റെ ഗുട്ടൻസ് എന്ന് പറയുന്നത്, അതിൻ്റെ ഒരു സീക്രട്ട് എന്ന് പറയുന്നത് സവോളയാണ് കേട്ടോ. നിങ്ങൾ വരുവാണെങ്കിൽ ഉണ്ടാക്കി നോക്കണേ. സവോള കൂടുതൽ എടുത്തിട്ട് നല്ലപോലെ ചെറുതായിട്ട് അരിഞ്ഞ് സാവധാനം വഴറ്റി കുറച്ച് ഗ്രാമ്പൂ പട്ടയൊക്കെ ചേർത്ത് വഴറ്റി പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാലയൊക്കെ ചേർത്ത് തക്കാളി അരച്ച് ചേർത്ത് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് കുറുക്കിയെടുത്താൽ നല്ല മുട്ടക്കറി റെഡിയാവും.